ഹായ് ഫ്രണ്ട്സ്, വീട്ടമ്മയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ വീട്ടുജോലികളൊന്നും കഴിഞ്ഞിട്ടില്ല, ഭക്ഷണം കൊണ്ടുപോയിട്ടില്ല മോനും ഏട്ടനൊന്നും. അവർക്ക് ഉച്ചയ്ക്ക് ഓരോരോ പ്രോഗ്രാംസ് ഉണ്ട്, അതുകൊണ്ട് അവിടുന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കൊണ്ടുപോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ രാവിലെ ഒന്നും കഴിഞ്ഞിട്ടില്ല, മെല്ലെയാണ് ഇനിയിപ്പോൾ കഴിയുള്ളൂ. അത് രാവിലെ ഇങ്ങോട്ട് നമ്മുടെ തിരക്ക് ഇങ്ങോട്ട് കഴിഞ്ഞാൽ നമ്മളൊന്ന് ഫ്രീ ആവും. ഇപ്പോൾ അത് കഴിയാത്തതുകൊണ്ട് ഇന്ന് ഉച്ച വരെ വലിയ വർക്കുണ്ട്. ഏട്ടന് പച്ചക്കറികളോടാണ് ഇഷ്ടം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. അതുപോലെ ചീര, മുരിങ്ങയില. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിൻ്റെ മുൻഭാഗത്ത് ഒരു ചെടി വെക്കുന്ന ഏരിയയിൽ പോലും ചീര ഉണ്ട്. അത് ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കാം പറയുന്നത്. ഞാൻ ആ ചീര നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ആ ചീര. ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കാം പറയുന്നത്. ഇത് പരിപ്പിട്ട് തേങ്ങ അരച്ച് വെക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോണമെന്നില്ല, ചെറിയൊരു കൊഴുപ്പ് പോലെയാണ്. ഇതിപ്പോൾ പറിച്ചു കൊണ്ടുവന്നിട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുകയാണ്. ഇതൊന്ന് ചെറുതായിട്ട് അരിയണം. ഇപ്പം നമ്മൾ ചീര അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുക്കറിൽ പരിപ്പ്, തക്കാളി, പച്ചമുളക് ഇട്ട് വെന്തതിന് ശേഷം തേങ്ങ അരച്ച് പാർന്നു. തേങ്ങയിൽ കുറച്ച് ജീരകം കൂട്ടിയിട്ടാണ് നമ്മൾ അരയ്ക്കുന്നത്. ഇനി ഇതൊന്ന് വെന്തതിന് ശേഷം നമുക്ക് ചീരയില ഇടാം. തേങ്ങ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിൽ ചീരയില ഇടാം. ചെറിയൊരു കൊഴുപ്പ് പോലെയാണ് ഇത് കറി ഉണ്ടാവുക. വെന്ത് ഒന്നിങ്ങോട്ട് ചെറുതായിട്ട് ഒറ്റ തിളയ്ക്കേ വേണ്ടുള്ളൂ, അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാ ചീരക്കറി വെക്കുന്ന പോലെ തന്നെയാണ്. നമ്മൾ പരിപ്പ്, തക്കാളി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഒരു പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് കുക്കറിലിട്ടൊന്ന് വിസിലടുപ്പിക്കും. അതിന് ശേഷം തേങ്ങ അരച്ച് പാരും. കുറച്ച് ജീരകം കൂട്ടിയിട്ട് അരയ്ക്കണം തേങ്ങ. അതിന് ശേഷം അതൊന്ന് തിളയ്ക്കുമ്പോൾ ഒന്ന് നമ്മൾ അരിഞ്ഞു വെച്ച ചീരല ഇടും. നമ്മൾ കടുക് വറുത്തിടാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് കടുകൊന്ന് വറുത്തിടാം. നമ്മൾ എണ്ണ മൂത്തതിന് ശേഷം കടുക്, ചെറിയുള്ളി, വെളുത്തുള്ളി കൂടി വറവിലിട്ട് ഒന്ന് മൂപ്പിച്ചു. വറ്റൽമുളക് ഇല്ലാത്തതുകൊണ്ടാണ്. വറ്റൽമുളക് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് വറവിലിടാം. വറ്റൽമുളക് ഇല്ല, അപ്പോൾ ഒന്ന് മൂപ്പിച്ചു. അതിന് ശേഷം നമ്മൾ കറിയിലേക്ക് ഇടാം. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലെ ചീര വെച്ചുണ്ടാക്കിയ ചീരക്കറി. ഇതിപ്പം നമ്മുടെ വീട്ടിലെ ചക്കയാണ്. ഒന്ന് നല്ലോണം പഴുത്തുണ്ട്, ഒന്ന് പച്ചയാണ്, പകുതിയോടെ കേടാണ്. പക്ഷേ ഇതിപ്പം നമ്മൾ പകുതി കൂട്ടാനുണ്ടാക്കാൻ, ചക്ക കൂട്ടാൻ ഉണ്ടാക്കാൻ എടുക്കുകയാണ്. ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ ബാക്കിലെ പ്ലാവിലെ ചക്കയാണിത്. ഇതിപ്പോൾ പച്ചച്ചക്കയാണ്. ഇത് നമ്മുടെ വീട്ടിൽ വയ്ക്കുന്നത് എങ്ങനെയാണെങ്കിൽ അത് ഞാനൊന്ന് വീഡിയോ വിടുന്നുണ്ട്. അമ്മ ചക്ക നന്നാക്കി തരികയാണ് എനിക്കിപ്പോൾ. ഇന്നിപ്പോൾ അമ്മ ചെറിയ പണക്കത്തിലൊക്കെയാണ്. ഞാനും അമ്മയും തമ്മിലെ വിഷയമല്ല, നിങ്ങൾ അങ്ങനെ വിചാരിക്കും. മകനും അമ്മയും തമ്മിലെ വിഷയമാണ്. അമ്മയ്ക്ക് കുറച്ച് BP ഉണ്ട്. അപ്പോൾ BP ഇല്ലതുകൊണ്ട് തന്നെ ഡോക്ടർ എപ്പോൾ ചെല്ലുമ്പോഴും ഇപ്രാവശ്യം BP കൂടുതലാണ്. മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് BP കൂടുതലാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്ന് ഉപ്പൊക്കെ ഒന്ന് കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ വേണം, കുറയ്ക്കാനും വയ്യ. അപ്പോൾ അമ്മ ഇന്ന് രാവിലെ ഭക്ഷണത്തിൽ കറിക്ക് ഉപ്പ് എന്നോട് ചോദിച്ചു വാങ്ങിച്ചു. അതാണ് വിഷയം. അത് കേട്ടോണ്ട് മകൻ വന്നു. അങ്ങനെയാണ് വിഷയം ഉണ്ടായത്. അതൊരു സ്നേഹക്കൂടുതൽ കൊണ്ട് വലിയ അടിയാണ്. അങ്ങനെയല്ലേ അത് ഉണ്ടാവുക. അപ്പോൾ BP നല്ലോണം കൂടാനുള്ള ഒരു ഇതുണ്ട്. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞിരിക്കുകയാണ്.
അതുകൊണ്ട് അപ്പോൾ കുറച്ച് ഇവിടെ അമ്മയും മകനും തമ്മിലൊരു ചെറിയ വിഷയം ഉണ്ടായി. അപ്പോൾ രണ്ടാളും തെറ്റിലാണ്. ഇപ്പോൾ വൈകുന്നേരം കൊണ്ട് ശരിയായിക്കോളും. അതാണിപ്പോൾ ഇന്നത്തെ പിണക്കം. ഒക്കെ വേണം, വിശപ്പും ദാഹമൊക്കെ ഉള്ള കൊടുത്തത്. അതിപ്പോൾ ഈ ഉപ്പും മുളകും ഒന്നും തരില്ല, ഒന്നും തിന്നാൻ പാടില്ല പറഞ്ഞാൽ ഇത്രയും ഇല്ല. ഇനി അത് നോക്കണ്ടെന്ന് പറയാ ഞാനേ. ചക്ക നുറുക്കി കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നമ്മളൊന്ന് കുക്കറിൽ വിസിലടിപ്പിക്കാൻ പോവുകയാണ്. ഒന്ന് കടുക്, കരിവേപ്പില, ചെറിയുള്ളി ഒക്കെ ഒന്ന് മൂത്തതിന് ശേഷം കുറച്ച് തേങ്ങ ചെറിയത് വറുത്ത് അതിലേക്കിടുക. അതും വറുത്ത് അത് നല്ലോണം ഒന്ന് വറുക്കുക. വറുത്തതിന് ശേഷം നമുക്കിത് കുക്കറിലേക്ക് ഇടാം. ചക്ക വെന്തതിന് ശേഷം നമ്മളതിലേക്ക് അരപ്പ് ചേർത്തു. അതിൽ നമ്മൾ ആഡ് ചെയ്തത് ജീരകം, പച്ചമുളക്, കരിവേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടി അരപ്പിൽ, അങ്ങനെ എല്ലാം കൂടി അരച്ചത് നമ്മൾ കുക്കറിലേക്ക് ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കുക. ഇതിൽ അരച്ച് ചേർത്ത തേങ്ങ വല്ലാതെ അരയേണ്ട ആവശ്യമില്ല, കുറച്ച് അരഞ്ഞാൽ മതി. അല്ലാതെ ഇങ്ങോട്ട് നമ്മൾ കറിക്ക് അരയ്ക്കുമ്പോൾ അരയ്ക്കണ്ട. അതിന് ശേഷം നമ്മുടെ തേങ്ങേൻ്റെ വറവിടുക. ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ കടുകൊക്കെ വറുത്ത് തേങ്ങയൊക്കെ കൂട്ടി വറുത്ത് അരവിടുക. നല്ല പച്ചച്ചക്കയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ കുറച്ച് എടുത്തിട്ട് വറുക്കാൻ വേണ്ടിയിട്ടാണ്. ഡാലുവിന് ഭയങ്കര ഇഷ്ടമാണ് ചക്ക വറുത്തത്. ഡാനിക്കും. കുട്ടികൾക്ക് ചക്ക കൂട്ടാൻ അധികം ഇഷ്ടമുണ്ടാവില്ല, ചക്ക വറുത്തത് നന്നായി കഴിക്കുകയും ചെയ്യും. നമ്മൾ നേരത്തെ സംസാരിച്ചത് നമ്മുടെ BP പറ്റിയാണ്. BP കൂടിയൊന്ന് വീണു, തല ഒന്ന് പൊട്ടി സ്റ്റിച്ച് ചെയ്യേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മളൊന്ന് കരുതുകയാണ്. അപ്പോൾ അമ്മയും അതിനില്ല ചെറിയ ചെറിയ ഇണക്കങ്ങളൊക്കെയാണ്. അത് വൈകുന്നേരം കൊണ്ട് മാറും. അതെപ്പോഴാണ് മാറുന്നതെന്നൊന്നും നമ്മളറിയില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.